കർത്താവിൻ്റെ വിലയേറെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രകാരം നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ വിലപ്പെട്ട സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ യോഗം പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ ഞങ്ങളെ ഇരുവരെയും വിവരം അറിയിച്ചിരുന്നു. ആ ദിവസം മുതൽ ഞങ്ങൾ ഈ യോഗത്തെ ഓർത്ത് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ഇന്നലെ ഇതിൻ്റെ പ്രാരംഭം കാണാൻ കർത്താവിടെയാക്കി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇന്നലെ രാത്രിയിൽ അനുഭവിപ്പാനും ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാനും കർത്താവ് അവസരമൊരുക്കി. ഇന്ന് പകലിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മലബാർ ക്രിസ്ത്യൻ അസംബ്ലി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം 25 വർഷങ്ങൾ പിന്നിടുന്ന ഒരു സമയമാണിത്. 4 നൂറ്റാണ്ട് കർത്താവ് അത്ഭുതകരമായിട്ട് ഈ പ്രവർത്തനത്തെ നടത്തി. ഇതിൻ്റെ സ്ഥാപകൻ പാസ്റ്റർ ചാൾസ് ഫിന്നി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നന്ദിയോടെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. അദ്ദേഹം മലബാർ മിഷൻ എന്ന് പറയുന്ന ഒരു മിഷനുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭാഗത്തേക്ക് വന്നത്. എന്നാൽ പിൽക്കാലത്ത് ദൈവം ദർശനം കൊടുത്താണ് ഈ സഭയ്ക്ക് അടിസ്ഥാനമിടുവാനായിട്ടിടയായി തീർന്നത്. ആ കാലയളവ് മുതൽ എനിക്കടുത്ത് അദ്ദേഹത്തെ അറിയാം. ഞങ്ങൾ ഒരുമിച്ച് അനേക ആത്മീയ ശുശ്രൂഷകളിൽ പ്രാരംഭകാലങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നടന്ന പല നല്ല മീറ്റിങ്ങുകളിലും അദ്ദേഹം വന്ന് സംബന്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പാസ്റ്റർ ഡെനിസ് അദ്ദേഹത്തിൻ്റെ ബറാക്ക മിനിസ്ട്രീസിൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിപ്പാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ബന്ധം അവരുമായിട്ടുണ്ടായി. പിൽക്കാലത്ത് എൻ്റെ പാസ്റ്റർ സിജു തൻ്റെ സഹായകനായിട്ടിവിടെ എത്തി. എനിക്ക് തോന്നുന്നത് വളരെ ചെറുപ്രായത്തിൽ യങ് സ്റ്റേജിലാണ് പാസ്റ്റർ സിജു ചാൾസ് ഫിന്നി പാസ്റ്ററുമായിട്ട് അടുക്കുന്നതും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതും. അദ്ദേഹം വിവാഹം ചെയ്തിരിക്കുന്നത് പാസ്റ്റർ സിജുവിൻ്റെ ഭാര്യ എൻ്റെ 2 പെൺമക്കളിൽ ഇളയവളാണ്. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവളെ കർത്താവിൻ്റെ വേലയ്ക്ക് അയക്കണം, ഒരു മിഷണറിയായിട്ട് പോകണം എന്നുള്ള എൻ്റെ ഹൃദയത്തിൽ വലിയ ആഗ്രഹമായിരുന്നു. അവിടെ ചെറുപ്പത്തോടെ ആ ഒരു പരിശീലനത്തിലാണ് അവളെ ഞാൻ വളർത്തിയത്. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം പാസ്റ്റർ സിജുവിനെ അവൾക്ക് വേണ്ടി ഒരുക്കി. അവർ 2 പേരും ദീർഘവർഷങ്ങളായി കോഴിക്കോട്, തൃശ്ശൂർ എന്നീ ഭാഗങ്ങളിൽ ഈ സ്ഥലത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവരുടെ ശുശ്രൂഷകളൊരു പുതിയ വഴിത്തിരിവിൽ അവരും എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ചില ചെറുപ്പക്കാരെ, ചുറുചുറുക്കുള്ള കർത്താവിന് വേണ്ടി സമർപ്പിക്കേണ്ട ചില ചെറുപ്പക്കാരെ അവരെ കൈവച്ച് ആശീർവദിച്ച് ശുശ്രൂഷയിലേക്ക് അവരെ നടത്തുവാനും ദൈവം ഒരവസരം ഒരുക്കിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. കഴിഞ്ഞ ഏകദേശം 50-ൽ പരം വർഷങ്ങളായി കർത്താവിൻ്റെ വേലയിൽ ഞാനായിരിക്കുകയാണ്. ഈ പ്രായാധിക്യത്തിലെത്തിയ നാളുകളിൽ ദൈവം എന്നോട് സംസാരിച്ചൊരു കാര്യം, അനേകരെ കർത്താവിൻ്റെ വേലയ്ക്കായി അനുഗ്രഹിച്ച് പറഞ്ഞയക്കുകയും അവർക്കൊരു ആത്മീയ പിതാവായി, സ്പിരിച്വൽ മെൻ്ററായി നീ ആയിരിക്കുകയും ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മപ്പെടുത്തി. ഞാൻ 46 കൊല്ലമായി തിരുവനന്തപുരത്താണ് പ്രവർത്തിക്കുന്നത്. കർത്താവിൻ്റെ കൃപയാൽ അനേക ചെറുപ്പക്കാരെ ഇതുപോലെ ആശീർവദിച്ച് കർത്താവിൻ്റെ വേലയിലേക്ക് കൈപിടിച്ച് നടത്തുവാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് ഒരുക്കി. സ്തോത്രം. കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പലരെയും കാണാനിടയായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സ്തോത്രം. എൻ്റെ ആത്മീയമായ കൊച്ചുമക്കൾ ഇവിടെ പലരുമുണ്ട്. ഓൺലൈൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ജെറിൻ്റെ അമ്മ എൻ്റെ സഭയിലെ എൻ്റെ വിശ്വാസിയായിരുന്നു. അമ്പൂരി എന്ന് പറയുന്ന കുടിയേറ്റ മേഖലയിൽ ആയിരുന്നു ഞാൻ ആദ്യകാലങ്ങളിൽ ശുശ്രൂഷിച്ചത്.
അന്ന് ജെറിൻ്റെ അമ്മ ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു. എൻ്റെ സഭയിലെ സൺഡേ സ്കൂൾ അധ്യാപികയും എൻ്റെ വിദ്യാർത്ഥിനിയുമായും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇന്ന് ആ കുഞ്ഞിനെ ഇങ്ങനെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ അമ്മ പ്രിയ ഷേർലി വളരെ ദർശനമുള്ള ഒരു കർത്തൃദാസിയായിരുന്നു. കർത്താവിൻ്റെ സമയമായപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവളെ വിളിച്ചു ചേർത്തു. അങ്ങനെ പലരെയും, ഇവിടെയുള്ള ചെറുപ്പക്കാരെ പലരെയും കാണാൻ കർത്താവിടെ ആക്കിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽക്കാലം പരിമിതമായ സമയത്തിനുള്ളിൽ ഞാൻ ഈ ശുശ്രൂഷ നിർവഹിപ്പാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. കർത്താവാണ് നിർവഹിക്കുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട വേലക്കാരാണ് ഞങ്ങൾ. കർത്താവിൻ്റെ പ്രതിനിധികളാണ്. കർത്താവ് ഞങ്ങളുടെ മേൽ അഭിഷേകം പകർന്നിരിക്കുകയാണ്. അവിടെ തീർച്ചയായും എൻ്റെ ബലഹീനമായ കരങ്ങൾ വയ്ക്കുമ്പോൾ അവരെ ആസ്വദിക്കേണ്ടത് സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, മോശ ഒരു സാധാരണ മനുഷ്യൻ, ബാല്യം മുതൽ അല്ലെങ്കിൽ വളരെ ശൈശവദശ മുതൽ പ്രതികൂലങ്ങളെ അതിജീവിച്ച് വളർന്നു വന്നയാൾ. മോശയെ കിട്ടുകയില്ല, മോശ ഒരിക്കലും വളർത്താൻ കഴിയില്ല എന്ന് മാതാപിതാക്കൾ ചിന്തിച്ചെങ്കിലും അത്ഭുതകരമായിട്ട് മോശയെ ദൈവം സൂക്ഷിച്ച് വഴി നടത്തി. ലോകം കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും നല്ലൊരു ലീഡർ മോശയാണ്. സ്തോത്രം. ലക്ഷക്കണക്കിന് ഇസ്രായേൽ ജനത്തെ പ്രതിസന്ധികളുടെ നടുവിൽ, പരിമിതികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ ശക്തിയോടെ നയിച്ച ധീരനായൊരു ലീഡറായിരുന്നു മോശ. കാരണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ദൈവത്തിൻ്റെ അഭിഷേകവും ദൈവശക്തിയും ആ മോശയുടെ മേലുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനേറ്റവും പ്രധാനമായ കാരണം. അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ വേലയിൽ പുതിയൊരു കാൽച്ചോട് വയ്ക്കുന്ന യുവദാസന്മാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ശക്തി കൊണ്ടല്ല, നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മുടെ ബുദ്ധിവൈഭവം കൊണ്ടല്ല, ശ്രേഷ്ഠത കൊണ്ടല്ല, ദൈവം നമ്മെ അത്ഭുതകരമായി തൻ്റെ കരങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് നിങ്ങൾ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കണം. ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോകട്ടെ. എഫേസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. മതി. എഫേസ് ലേഖനത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രൈസ് ദി ലോർഡ് സഭയിൽ 5 വിധ ശുശ്രൂഷ വൃന്ദങ്ങളെക്കുറിച്ചാണ്. ആരാണ് ആക്കി വയ്ക്കുന്നത്? അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, ഒന്ന് വായിക്കാം, ചിലരെ പ്രവാചകന്മാരായിട്ട്, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായിട്ട്, ഉപദേഷ്ടാക്കന്മാരായിട്ട് നിയമിച്ചിരിക്കുകയാണ്. സർവശക്തനായ ദൈവം, നമ്മുടെ കർത്താവ് ദൈവസഭയിൽ ഈ 5 തരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ നിയമിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ദൈവസഭ ലോകത്തിൻ്റെ വിളക്കാണ്, ഭൂമിയുടെ ഉപ്പാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവസഭ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അങ്കുരിച്ച ഒരു വലിയ ആശയമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ, ഇത് വേദപുസ്തകത്തിലെ പുതിയ സഭയുടെ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. അപ്പോസ്തല പ്രവൃത്തികളിൽ പെന്തക്കോസ്ത് നാളിലാണ് ദൈവസഭ ഈ ലോകത്തിൽ ജന്മമെടുത്തത്. നമുക്കറിയാം, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമുണ്ടാകുന്നു. അവിടെ കൂടിയിരിക്കുന്നവരുടെ മേൽ പതിയുന്നു. അവർ അന്യഭാഷകൾ സംസാരിച്ച് തുടങ്ങുന്നു. അന്ന് വിശുദ്ധ പത്രോസ് എഴുന്നേറ്റ് ഒരു മെസ്സേജ് കൊടുക്കുന്നു, ഒരു സന്ദേശം കൊടുക്കുന്നു. അവർ 12 കൂടിയാണ് പത്രോസ് പ്രസംഗിച്ചത്. കാരണം അവർ യുണൈറ്റഡായിരുന്നു. അവരുടെ മനസ്സിൽ അകൽച്ചയില്ലായിരുന്നു, ഈഗോ ഇല്ലായിരുന്നു. അവരൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പത്രോസിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. പത്രോസ് പ്രസംഗിച്ചപ്പോൾ അന്ന് 3000-ഓളം പേര് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നു. പിന്നെ അങ്ങോട്ട് സഭാ വളർച്ചയുടെ ജൈത്രയാത്രയായിരുന്നു.
നമുക്കറിയാം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവസഭ വളർന്നുകൊണ്ടേയിരുന്നു. സ്തോത്രം. നമുക്കറിയാം 12 പേര് യേശുവിൻ്റെ ശിഷ്യന്മാർ, അവരും സാധാരണക്കാരായിരുന്നു. പത്രോസിനെ യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ അവർ വേണ്ടത്ര വിദ്യാഭ്യാസമില്ലാത്തവരാണ്, അല്ലെങ്കിൽ സാമാന്യമായിട്ടുള്ള പഠിപ്പേ അവർക്കുണ്ടായിരുന്നുള്ളൂ. വലിയ ജ്ഞാനമുള്ളവരായിരുന്നില്ല. പക്ഷെ ദൈവം അവരെ ഉപയോഗിച്ചു. ഈ 12 പേരും ഒരു മഹിമയും പറയാനുള്ളവരായിരുന്നില്ല. പക്ഷെ അവരെക്കുറിച്ച് ലോകം പറഞ്ഞത് അവർ ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവർ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറയാം. സ്തോത്രം. ഈ ദൈവസഭ ഒരു വലിയ മർമ്മമാണ്. വിശുദ്ധ പൗലോസ് എഫേസോസ് ലേഖനത്തിൽ അത് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവസഭയാണ് കൊണ്ടാണ് ഈ ലോകത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ഉള്ളത്. ദൈവമക്കൾക്കാണ് ഈ ലോകത്തിൽ എന്തെങ്കിലും ചെയ്യുവാനുള്ളത്. ഒരുപക്ഷെ നമുക്കിപ്പോൾ തോന്നും നമ്മുടെ കയ്യിൽ കൺട്രോളില്ല, നമ്മുടെ കയ്യിൽ ഭരണമില്ല, നമ്മുടെ കയ്യിൽ അധികാരമില്ല, പണമില്ല, സ്വാധീനമില്ല എന്നൊക്കെ ചിന്തിക്കാം. പക്ഷേ നമുക്കറിയാം, സ്തോത്രം, തീർച്ചയായും കർത്താവ് നമ്മുടെ കയ്യിൽ കൺട്രോള് ഏൽപ്പിക്കാൻ പോവുകയാണ് പൂർണ്ണമായും. എല്ലാ നാവും യേശു കർത്താവ് നേരിട്ട് പറയാൻ പോവുകയാണ്. എല്ലാം മുഴങ്കാലം അവൻ്റെ മുമ്പിൽ മുടങ്ങാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ദൈവസഭ ഈ ലോകത്തിൽ സ്തോത്രം ദൈവം ആക്കി വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സഭ എടുക്കപ്പെട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇന്ന് അവിടെ ഇവിടെയായി ദൈവസന്നിധിയിൽ കരയുന്ന, പ്രാർത്ഥിക്കുന്ന ധാരാളം ദൈവമക്കളുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ആ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മൾ ആരുമല്ല, ഒന്നുമല്ല എന്ന് ചിന്തിക്കരുത്. നമ്മെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ദൈവമാണ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ഈ സഭ ലോകത്തിൽ നിൽക്കുമ്പോൾ ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ വേണം, നിയമങ്ങൾ അനുസരിക്കണം, ഒക്കെ ചെയ്യണം. അത് ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ രാജ്യവുമായിട്ടുള്ള ബന്ധത്തിലാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഭരണഘടന വിശുദ്ധ തിരുവെഴുത്താണ്. അതനുസരിച്ചാണ് ദൈവസഭ മുമ്പോട്ട് പോകേണ്ടത്. മറ്റത് രാജ്യത്തിൻ്റെ നിയമങ്ങൾ, അനുസരിക്കേണ്ട നിയമങ്ങൾ, സ്തോത്രം, അനുസരിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്നാൽ നമ്മുടെ ഏറ്റവും വലിയ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ, ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്, ദൈവത്തിൻ്റെ ന്യായപ്രമാണമാണ്. അതാണ് ദൈവസഭയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. അപ്പോൾ ഈ 5 വിധ ശുശ്രൂഷകന്മാരെ ദൈവം കർത്താവ് സഭയ്ക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. പാസ്റ്റർ പി.ഡി. ജോൺസൺ എന്ന് പറയുന്ന ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. തങ്ങളുടെ ശുശ്രൂഷ ഏതെന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ആ ശുശ്രൂഷ ചെയ്യണം. സ്തോത്രം. തങ്ങളെ ഏൽപ്പിക്കാത്ത ഒരു കാര്യം ചെയ്യാൻ തയ്യാറാകരുത്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിയുണ്ട്. നാം ഇറങ്ങിത്തിരിച്ചു മുമ്പോട്ട് പോകുമ്പോൾ, സ്തോത്രം, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതാണ് ചെയ്യുന്നത്. സ്തോത്രം. ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്താണ്? അത് ചെയ്യുമ്പോഴാണ് ഫലവത്തായി അത് തീരുന്നത്. സ്തോത്രം. ദൈവസഭ എന്ന് പറയുന്നത് കെട്ടഴിഞ്ഞൊരു പുസ്തകമല്ല, നല്ല ഓർഡറുള്ള, സ്തോത്രം, അല്ല, അനുഗ്രഹിക്കപ്പെട്ടൊരു സംവിധാനമാണ് ദൈവസഭ എന്ന് പറയുന്നത്. സ്തോത്രം. നമ്മളതിലെ അംഗങ്ങളാണ്. വിശുദ്ധ പൗലോസ് നമുക്കറിയാം, സഭയെ കർത്താവിൻ്റെ കാന്തയോട്, ഒരു കെട്ടിടത്തോട്, ശരീരത്തോടൊക്കെ ഉപമിച്ചിട്ടുണ്ട്. ഞാനതിനെക്കുറിച്ചൊന്നും പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇവയെ നയിക്കാനും അജഗണത്തെ പാലിക്കാൻ അവർക്കാവശ്യമായ ശുശ്രൂഷകൾ ചെയ്ത് യഥാസ്ഥാനത്വത്തിലേക്ക് നയിക്കാനും, സ്തോത്രം, കർത്താവിൻ്റെ രാജ്യത്തിൽ അവരെ ഓഹരിക്കാരായി തീരാനും, കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരായി കർത്താവിൻ്റെ ഹിതം ഈ ലോകത്തിൽ നടപ്പിലാക്കുവാനുമാണ് ദൈവം ശുശ്രൂഷകന്മാരെ ആക്കി വച്ചിരിക്കുന്നത്. സ്തോത്രം. നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠമേറിയ ഒരു ശുശ്രൂഷയാണ്. ഞാൻ വിചാരിക്കുന്നു ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും നല്ലൊരു പ്രൊഫഷനാണ് കർത്താവിൻ്റെ വേല ചെയ്യുക എന്നുള്ളത്. നമ്മളെല്ലാവരും കർത്താവിൻ്റെ വേല ചെയ്യണം, സാക്ഷികളാകണം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും
സ്വന്തം ജനവുമാണ്. നമ്മെ എല്ലാവരെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എവിടെ നിന്നാണ്? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഇതിനാണ് കർത്താവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനായിട്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും സ്തോത്രം നമ്മുടെ സാക്ഷ്യം വഹിക്കണം. വിശ്വാസികൾ ഓരോരുത്തരും കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നവരാണ്. എന്നാൽ സഭയോടുള്ള ബന്ധത്തിൽ പ്രത്യേക ചില ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം ചിലരെ നിയോഗിക്കുന്നുണ്ട്, തിരഞ്ഞെടുക്കുന്നുണ്ട്. ആ തിരഞ്ഞെടുപ്പില്ലെങ്കിൽ, ആ വിളിയില്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോകും. അത് ദൈവനാമത്തിന് അപമാനമായി തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളത് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. നമ്മളിന്ന് ചില ശുശ്രൂഷയിലേക്ക് ദൈവദാസന്മാരായ ഞങ്ങൾ ചില സീനിയേഴ്സ് കൈവച്ച് അവരെ ആശീർവദിച്ച് ശുശ്രൂഷയിലേക്ക് നയിക്കുന്ന ഒരു പ്രത്യേക ശുശ്രൂഷയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. തിരുവചനത്തിൽ അതിന് ആധാരമുണ്ടോ എന്ന് ചിന്തിച്ചേക്കാം. നമുക്കൊന്ന് വായിക്കാം. സ്തോത്ര അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 1 മുതൽ ചില വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ആരെങ്കിലും വ്യക്തമായിട്ട് വായിച്ചു? ഇവിടെ ഒന്ന് വായിക്കണേ. മതി. നമുക്കറിയാം യെരൂശലേമിൽ സഭ ആരംഭിച്ചെങ്കിലും അതിങ്ങനെ വളർന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് വന്നു, അന്ത്യോക്യയിൽ വന്നു. സ്തെഫാനോസിൻ്റെ മരണമാണ് ഇതിന് കാരണമായി തീർന്നത്. ആ ഭക്തനായ പുരുഷൻ്റെ രക്തസാക്ഷി മരണം ജനങ്ങൾ ചിന്നിപ്പോകാനും ചിതറിപ്പോയവർ അവിടെ സുവിശേഷം അറിയിക്കാനും കാരണമായി തീർന്നു. അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഉണർവ് അന്ത്യോക്യയിലാണ്. സ്തോത്രം. അവിടെ അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, ബർന്നബാസിനെയും ശൗലിനെയും അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിപ്പീൻ എന്ന് ആര് പറഞ്ഞു? പരിശുദ്ധാത്മാവ് പറഞ്ഞു. സ്തോത്രം. പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടപ്രകാരമല്ല, അതിൽ നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളുകളെ, അതിൽ കുറച്ച് വിദ്യാഭ്യാസമുള്ള ആളുകളെ, ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആളുകളെ എന്നൊന്നും പറയുന്നില്ല. സ്തോത്രം. അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എന്ത് ചെയ്യണം? വേർതിരിക്കണം. ദൈവത്തിൻ്റെ ദൃഷ്ടി അവരുടെ പേരുണ്ടായിരുന്നു. ആദ്യമായിട്ടല്ല അന്ന് അവർ ശുശ്രൂഷയിലേക്ക് മാറുന്നത്. അവർ ശുശ്രൂഷ ചെയ്തു വന്നു. അവരെന്ന് കർത്താവിനെ കണ്ടുമുട്ടിയോ, സ്തോത്രം, അന്ന് കർത്താവിൻ്റെ വെളിച്ചം അറിഞ്ഞോ, അന്ന് മുതൽ അവരാത്മീക ശുശ്രൂഷകളിൽ ബദ്ധശ്രദ്ധരായിരുന്നു. ദൈവത്തിന് അവരുടെ മേൽ പ്രസാദം തോന്നി. നമുക്കറിയാം അന്ത്യോക്യയിൽ ഉണർവ് കണ്ടപ്പോൾ യെരൂശലേമിൽ നിന്ന് അങ്ങോട്ട് ചിലരെ അയച്ചു, 2 പേരെ അയച്ചു. അതിലൊരാളായിരുന്നു ബർന്നബാസ്. എന്താ അയക്കാൻ കാരണം? സ്തോത്രം, അവൻ അത്ര ആത്മീകമായി വിവേചനമുള്ള ആളാണ്. അവിടെ ചെന്ന് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് അവിടെ നടക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണോ, എങ്ങനെയാ സഭ ഉണർത്തപ്പെടുന്നു എന്ന് പഠിക്കാനായിട്ട് കഴിവുള്ള, അനാലൈസ് ചെയ്യാൻ കഴിവുള്ള ബർന്നബാസിനെയാണ് അങ്ങോട്ട് അയച്ചത്. അപ്പോൾ അവരെ ശുശ്രൂഷ ചെയ്യായിരുന്നു. സ്തോത്രം. അങ്ങനെ ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ അവരുടെ പ്രവർത്തനത്തിൽ കർത്താവിന് പ്രസാദം തോന്നി. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പ്രസാദിച്ചിട്ട് സീനിയറായിട്ടുള്ള അപ്പോസ്തലന്മാരോട് പറയുകയാണ്, അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ പ്രാർത്ഥിച്ച് വേർതിരിക്കണം. എന്താ അപ്പോസ്തലന്മാർ ചെയ്തത്? വായിക്കാമോ? അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. സ്തോത്രം. കർത്താവിൻ്റെ ദാസന്മാർ, അനുഭവപരിചയമുള്ളവർ, സീനിയേഴ്സ്, സ്തോത്രം, ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ, അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. നിങ്ങൾ വായിക്കുമ്പോൾ 3 മിഷണറി യാത്രകളുണ്ട് അപ്പോസ്തല പൗലൂസിന്. സക്സസ്ഫുള്ളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ മുമ്പോട്ട് നീങ്ങി. പ്രതിസന്ധികളില്ലാഞ്ഞിട്ടല്ല, പ്രതികൂലങ്ങളില്ലാഞ്ഞിട്ടല്ല. സ്തോത്രം. ഒന്ന്, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അവരുടെ മേലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ
ആ അഭിഷേകം അവരുടെ മേലുണ്ടായിരുന്നു. അതുപോലെ തന്നെ സീനിയേഴ്സ് അവരുടെ കൈവപ്പുണ്ടായിരുന്നു. അവരെടുത്തിയാടിപ്പോയില്ല. അവർ ഒരു അധികാരത്തിന് വിധേയപ്പെട്ടു, സബ്മിറ്റ് ചെയ്തു. അങ്ങനെ അവർ പോയത്. സ്തോത്രം. എപ്പോഴും നമുക്ക് ആത്മീക രക്ഷകർത്താക്കൾ ഉണ്ടാകേണ്ട ആവശ്യമാണ്. സ്പിരിച്വൽ ഗാർഡിയൻസ്. സ്തോത്രം. എനിക്കറിയാം, തിരുവനന്തപുരത്ത് 46 കൊല്ലം എനിക്ക് ശുശ്രൂഷിപ്പാനിടയായി തീർന്നു. അനുഗ്രഹീതരായ ഗായകർ എഴുന്നേറ്റിട്ടുണ്ട്. ഒത്തിരി പേര് മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്തവർ പിൽക്കാലത്ത് ആ ശുശ്രൂഷയിൽ നിന്ന് വഴുതിപ്പോയതായി എനിക്ക് കാണാൻ കഴിയും. എപ്പോഴും ഒരു സ്പിരിച്വൽ ഗാർഡിയൻഷിപ്പ്, ആത്മീകമായ ഒരു രക്ഷകർത്തൃത്വം ഒരു ദൈവഭൃത്യന് ഉണ്ടായിരിക്കണം. ആരെങ്കിലും ഒന്ന് തിരുത്താൻ, ശാസിക്കാൻ, ക്രമീകരിക്കാൻ ഒക്കെ കഴിയണം. എൻ്റെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ, സ്തോത്രം, എൻ്റെ 20-ാമത്തെ വയസ്സിൽ കർത്താവിന് വേണ്ടി ഇറങ്ങിയതാണ്. OM കുറിച്ച് ഇവിടെ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഞാനും OM കുറച്ച് നാൾ പ്രവർത്തിപ്പാനിടയായി തീർന്നു. വളരെ അച്ചടക്കവും ഒക്കെ പാലിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സംഘടനയായിരുന്നു അന്ന്. ദൈവത്തിന് സ്തോത്രം. പിൽക്കാലത്ത് അനേക ദൈവദാസന്മാർ, അവരുടെ ശാസന, ഗുണീകരണം ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏതൊരു പ്രശ്നം വന്നാലും അവരുടെ അടുക്കൽ ചെല്ലുകയും അവരോട് ഉപദേശമാരായുകയും ചെയ്യുന്നത് എൻ്റെ ഒരു പതിവാണ്. ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവർ കൈവച്ച് ആശീർവദിച്ച് അവരെന്ത് ചെയ്തു? പറഞ്ഞയച്ചു. അവരുടെ പിന്നിൽ അവരെ ശ്രദ്ധിക്കാൻ പ്രായമുള്ള ദൈവദാസന്മാരും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരുടെ വളർച്ച അറിയാൻ, അവരുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അങ്ങനെ ഒരു ഗ്രൂപ്പ് പിന്നിലുണ്ടായിരുന്നു. അത് യെരൂശലേം സഭയാണ്, അല്ലെ മൂപ്പന്മാരാണ് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വായിക്കുമ്പോൾ തീമോത്തിയോസിനെ കൈവച്ച് അനുഗ്രഹിച്ചതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. തീമോത്തിയോസിൻ്റെ ലേഖനത്തിലത് കാണുന്നുണ്ട്. അവൻ്റെ മേൽ കൈവച്ച് ദൈവത്തിന് സ്തോത്രം അവനെ അനുഗ്രഹിച്ചതായി. നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ, ഹല്ലേലൂയ, നിന്നിലുള്ള ആ പ്രവചന ശുശ്രൂഷ ഗിഫ്റ്റ് അത് അധികം ശക്തിയോടെ വർദ്ധിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പൗലോസ് തീമോത്തിയോസിനോട് ആജ്ഞാപിക്കുന്നുണ്ട്. മൂപ്പന്മാരുടെ കൈവപ്പിനാൽ നിനക്ക് ലഭിച്ചതായ ആ കൃപാവരം അത് ജ്വലിപ്പിക്കണം. സ്തോത്രം. ഒരിക്കലും എനിക്ക് കൈവച്ച് കിട്ടി, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, എൻ്റെ കൈവച്ചത് നിസ്സാരക്കാരായ ആളുകളൊന്നും അല്ല എന്നൊന്നും ചിന്തിക്കരുത്. അതൊക്കെ അനുഗ്രഹീതരായ ദൈവദാസന്മാർ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ആ കൃപാവൻ എന്ത് ചെയ്യണം? ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കണം. സ്തോത്രം. എങ്ങനെ ജ്വലിപ്പിക്കുന്നത്? പ്രാർത്ഥന, ഉപവാസം, വചനധ്യാനം, സമർപ്പണം, കൂട്ടായ്മ, സ്തോത്രം, ദൈവസന്നിധിയിലുള്ള ജാഗരണം, ഹല്ലേലൂയ, അതൊക്കെ കൊണ്ട് അതിനെ ഇങ്ങനെ ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഒരു വാള് മൂർച്ച കൂട്ടുന്നത് പോലെ, ഒരു കത്തി മൂർച്ച കൂട്ടുന്നത് പോലെ, ഒരായുധം തേച്ച് മിനുക്കി നന്നാക്കി എടുക്കുന്നത് പോലെ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ഇരുന്ന് ആ കൃപാവരം ജ്വലിപ്പിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം. സഭകളിൽ മൂപ്പന്മാരെ പ്രാർത്ഥിച്ച് ആക്കി വെച്ചതായി നമുക്ക് തിരുവചനത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതെല്ലാം അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥനയാൽ അവരെല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അവരെ ആ സ്ഥാനത്തേക്ക് ആക്കി വയ്ക്കുന്നതായി നമുക്ക് തിരുവചനത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, യോശുവയെ മോശ കൈവച്ച് അനുഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. നമുക്ക് ദൈവസന്നിധിയിൽ കാണുമ്പോൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെന്ന് പറയുന്നത് വളരെ വലുതാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിശ്വാസം, നമ്മുടെ സമർപ്പണമാണ് അതിനാധാരമായിരിക്കുന്നത്. ദൈവദാസന്മാർ കൈവച്ചതുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ മാത്രമായില്ല, അത് സ്വീകരിക്കാൻ, വിധേയപ്പെട്ടതിനെ അംഗീകരിപ്പാൻ, അനുഗ്രഹം കൈനീട്ടി വാങ്ങാൻ ഒരു നല്ല ഒരു സമർപ്പണം നമുക്ക് ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മളെ കൈവച്ച് അനുഗ്രഹിച്ച് പറഞ്ഞയക്കുന്ന ഏറ്റവും അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി വെറുതെ കൈവയ്ക്കുകയില്ല. ഇന്ന് ഇവിടെ ഏകദേശം
സജ്ജിനെ ചില ഉത്തരവാദിത്തങ്ങളോടുകൂടെ ബാക്കിയുള്ളവരെ ശുശ്രൂഷയ്ക്കായി ഒന്നുകൂടെ സമർപ്പിച്ച് വേർതിരിക്കുന്നത്, ഈ സഭ ഇതൊരു കൊച്ചു സഭയാണെങ്കിലും ഇതൊരു അതോറിറ്റിയുണ്ട്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ പാസ് വളരെ യങ്ങാണെങ്കിലും ഞങ്ങളെപ്പോലുള്ള ദൈവമക്കളുടെ ദൈവദാസന്മാരുടെ ഒരു നല്ല കവറിങ് അദ്ദേഹത്തിനുണ്ട്. ദൈവത്തിന് സ്തോത്രം, നല്ല കവറിങ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. കാരണം എൻ്റെ കുടുംബത്തിൽ തന്നെ പാസ്റ്റർമാർ ധാരാളം പേരുണ്ട്. സ്തോത്രം. പിതാക്കന്മാർ ശുശ്രൂഷയിൽ ഇരുന്ന് റിട്ടയർഡായവരുണ്ട്. അവരെല്ലാം ഒരു കവറിങ് ഇവർക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏതൊരു കാര്യത്തിൽ അവരെല്ലാം ചിന്തിച്ചും, ഇവിടെയുള്ള പ്രായമുള്ള ഈ സഭയിലെ മൂപ്പന്മാർ അവർ ചിന്തിച്ചാണ് സജിനെ ഇവരെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തത്. നിങ്ങളുടെ ശുശ്രൂഷ കണ്ട് നിങ്ങളെ അംഗീകരിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. അല്ലാതെ ഒരിക്കലും അത് ചെയ്യില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഉള്ളിലും ദൈവാത്മാവ് നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇന്ന് ഈ ശുശ്രൂഷ നിർവഹിക്കപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത് എത്ര അത്ഭുതകരമായിട്ടാണെന്നറിയാമോ? സ്തോത്രം. ഒരുപക്ഷെ ഈ ശുശ്രൂഷ ചെയ്യാനുള്ള താല്പര്യം നമുക്കില്ലായിരുന്നിരിക്കാം. ഒരുപക്ഷെ അതിനുള്ള ഒരു സമർപ്പണം നമുക്കുണ്ടായിരുന്നിരിക്കില്ല. പക്ഷേ ദൈവം നമ്മെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചു. കോളിംഗ് ഉണ്ടായി. ദൈവവിളി എന്നുള്ളത് ശുശ്രൂഷയിലെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ്. സ്തോത്രം. ദൈവം വിളിച്ചിട്ടാണ് ഓരോരുത്തരും ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ അനുഗ്രഹീതരായ ദൈവഭൃത്യന്മാരുണ്ട്, എന്നേക്കാൾ ശ്രേഷ്ഠരായ ആളുകൾ. അവരൊക്കെ ദൈവം വിളിച്ചതാണ്. ദൈവം വിളിച്ചതാണ്. എനിക്കറിയാം ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവവിളി ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് പ്രൂഫ് ചെയ്യുന്നറിയാമോ? സ്തോത്രം. നിങ്ങൾക്കൊരു സ്റ്റേജ് കിട്ടി പ്രസംഗിക്കാൻ തുടങ്ങുമ്പോഴല്ല അത് തെളിയിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആലയത്തിൽ രക്ഷിക്കപ്പെട്ട് വന്നു കഴിയുമ്പോൾ ഓരോ ശുശ്രൂഷ ചെയ്യാനുള്ളൊരു താല്പര്യം നിങ്ങൾക്കുണ്ടാകും. സ്തോത്രം. പണ്ടുകാലത്ത് ഞങ്ങളൊക്കെ പ്രായമുള്ള ദൈവദാസന്മാർ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ ഇന്നത്തെ പോലെ കാറുമൊന്നുമില്ല. അവർ നടന്ന ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നത്. അവരുടെ 2-3 ദിവസത്തെ ഡ്രസ്സും പെട്ടിയും എല്ലാം ബൈബിളും ഒക്കെ അടങ്ങിയ ബാഗ് ചുമന്നുകൊണ്ട് ഞാൻ 1-2 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. അവർക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു ആഗ്രഹമുണ്ട്. ദൈവദാസന്മാരെ കാണുമ്പോൾ ഒരാഗ്രഹം, ഒരു വലിയ ആവേശമാണ്. സ്തോത്രം. കൺവെൻഷൻ സ്റ്റേജുകളിൽ വേദപുസ്തകം വായിക്കാൻ പായിട്ട് ഇരുന്നിട്ടുണ്ട്. എനിക്കൊരു സന്തോഷമുണ്ട്. പാസ്റ്റർ കെ. എബ്രഹാം ശുശ്രൂഷിക്കുന്നൊരു വേദിയിൽ പോലും എനിക്ക് വേദപുസ്തകം ഒരു ഖണ്ഡന പ്രസംഗമായിരുന്നു. അപ്പോൾ വേദപുസ്തക കുറിപ്പുകളെല്ലാം ഞങ്ങൾക്ക് തരും. അത് വായിക്കാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാൽ ചുവട്ടിലിരിക്കാൻ. സ്തോത്രം. അതുപോലുള്ള ദൈവദാസന്മാർ പലര് എന്ന് പറഞ്ഞാൽ വളരെ വർഷം മുമ്പാണ്, ഞാൻ ചെറുപ്പമാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്കൊരു ലക്കി ചാൻസ് കിട്ടി. അതൊരു അനുഗ്രഹമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാകും. സ്തോത്രം. താല്പര്യമായി ചെയ്യുന്ന ശുശ്രൂഷകളെ നമുക്ക് കാണുമ്പോഴറിയാം. പിന്നീട് ദൈവത്തിന് സ്തോത്രം സാക്ഷ്യത്തിലൂടെ ചില കൊച്ചു കൊച്ചാശയങ്ങൾ പറയുന്നു. അത് ജനത്തിന് അനുഗ്രഹമായി മാറുന്നു. ചിലപ്പോൾ പ്രാർത്ഥിച്ചാൽ വിടുതൽ കാണുന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങളെ പുഷ് ചെയ്തുകൊണ്ട് പോവാണ് ദൈവാത്മാവ്. അവസാനം പാസ്റ്റർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. ബ്രദർ, നിങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരാളാണ്, നിങ്ങൾ തയ്യാറായിക്കൊള്ളാൻ പറയും. പരിശുദ്ധാത്മാവ് സംസാരിക്കും. അപ്പോൾ കർത്താവിൻ്റെ വിളി കേട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെയുള്ളവരെയാണ് കൈവച്ച് അനുഗ്രഹിച്ച് മാറ്റി നിർത്തുന്നത്. മറ്റൊരു കാര്യം, സ്തോത്രം, ഈ ഓട്ടമത്സരത്തിലെ വിജയം നിശ്ചയിക്കുന്നത് സ്റ്റാർട്ടിങ് നോക്കിയല്ലല്ലോ, ആണോ? അല്ല. ഒരു മിഡിൽ പാർട്ടിൽ വരുമ്പോഴാണോ വിജയം നിശ്ചയിക്കുന്നത്? ഫിനിഷിംഗ് പോയിൻ്റാണ്. പൗലോസ് പറഞ്ഞാൽ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഇതുപോലെ സംതൃപ്തിയോടുകൂടെ വിട പറഞ്ഞ ഒരു മനുഷ്യൻ. സ്തോത്രം. അലറി വിളിച്ചില്ല,
നിരാശ, നഷ്ടബോധം അദ്ദേഹം പിന്തുടർന്നില്ല. നൈരാശ്യം അദ്ദേഹത്തെ പിടിച്ചില്ല. അദ്ദേഹം വളരെ സംതൃപ്തിയോടെ, വിത്ത് ഗ്രേറ്റ് സാറ്റിസ്ഫാക്ഷൻ, വലിയ സംതൃപ്തിയോടുകൂടെ ദൈവസന്നിധിയിൽ അദ്ദേഹം ചേർക്കപ്പെട്ടു. സ്തോത്രം. എൻ്റെ കാര്യം എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന് കിട്ടിയ വെളിച്ചം മങ്ങാതെ, അത് കെടാതെ താൻ സൂക്ഷിച്ചു. അത് ലേഖനങ്ങളിലൂടെ വരും തലമുറയ്ക്ക് വളരെ ഭംഗിയായി ഉപദേശ രൂപേണ എഴുതപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. 14 ലേഖനങ്ങളിലും കട്ട പിടിച്ച് കിടക്കുകയാണ് ഉപദേശം. സ്തോത്രം. നമ്മൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ. ഒരു ശുശ്രൂഷകൻ, തിമോത്തിയോസിൻ്റെ ലേഖനം 1, 2 തിമോത്തിയോസ്, തീത്തോസ് ഇടയലേഖനങ്ങളാണ്, പാസ്റ്ററൽ എപ്പിസിൽസാണ്. നമ്മൾ വായിക്കുമ്പോൾ ഒത്തിരി ഉപദേശങ്ങൾ അതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഓർത്തോണം, നമ്മൾ നായകന്മാരാണ്, ജനനായകന്മാരാണ്, ശുശ്രൂഷകന്മാർ. നമ്മളെ നോക്കുന്ന ധാരാളം ആളുകളുണ്ട്, നമ്മെ പുറയിൽ വരുന്ന ധാരാളം ആളുകളുണ്ട്, അജഗണങ്ങളുണ്ട്. അവർക്ക് വഴികാട്ടിയായിരിക്കണം. സ്തോത്രം. അതിന് വളരെയധികം പ്രാർത്ഥന, അതുപോലെ തന്നെ സമർപ്പണം, വചനധ്യാനം എന്നിവ ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മുടെ ആത്മീയവും ഭൗമികമായ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും നന്മയ്ക്കുമുള്ള എല്ലാ കാര്യങ്ങളും തിരുവചനത്തിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ഇതനുസരിച്ചാൽ നമുക്കത് അനുഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഓർത്തോണം, ദൈവസന്നിധിയിൽ നിങ്ങളെപ്പോഴും വളരെ മാതൃകയോടും വളരെ ഭക്തിയോടും കൂടെ ജീവിപ്പാനായിട്ട് ഇടയായിത്തീരണം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് 1-2 വാക്യങ്ങൾ കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 20:24 ധാരാളം വേദവാക്യങ്ങൾ ഇതിനോടനുബന്ധിച്ചുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 20:24. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്രയോഗം, കർത്താവ് തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മെ ശുശ്രൂഷ ഏൽപ്പിച്ചത്, ഞാനൊരു പ്രസ്ഥാനത്ത് നിൽക്കുക, ആ പ്രസ്ഥാനം എന്നെ അവർ മുഖേന എന്നെ ശുശ്രൂഷയ്ക്കായി കൈവച്ചാക്കി വെച്ചെങ്കിലും എന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചത് കർത്താവാണ്. വിളിച്ചവൻ വിശ്വസ്തനാണ്. പ്രതികൂലങ്ങൾ വരും. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു, പാസ്റ്റർ MT ജോസ്. അദ്ദേഹം എരുമേലി കനകപ്പലത്ത് ശുശ്രൂഷയിലിരിക്കുമ്പോൾ അദ്ദേഹം താമസിക്കുന്ന പാഴ്സനേജ് ഇടിഞ്ഞു വീണു. മഴ പെയ്ത് ചോർന്ന് ഇടിഞ്ഞു വീണു. വിശ്വാസികൾ സാമ്പത്തികമായി വല്ല കഴിവുള്ളവരല്ല. പെട്ടെന്ന് അവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ മറ്റു ചിലരെ സമീപിച്ചു. എല്ലാവരും കൈമലർത്തി. എരുമേലിയുടെ ആ ജംഗ്ഷനിലൂടെ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചിങ്ങനെ നടന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഒരു ഗായകനല്ല, സംഗീതമൊന്നും ക്ലാസിക്കലായിട്ട് പഠിച്ച ആളല്ല. പക്ഷേ ദൈവാത്മാവ് ഒരു പാട്ട് കൊടുത്തു. നമ്മളെല്ലാം പാടി ആരാധിക്കുന്നൊരു പാട്ടാണ്. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ. സ്തോത്രം. അബ്രഹാമിൻ്റെ ദൈവമല്ലയോ. പ്രൈസ് ദി ലോർഡ്. തന്നോട് ദൈവാത്മാവ് സംസാരിക്കാനായിട്ട് തുടങ്ങി. നമ്മെ വിളിച്ച ദൈവമാണ്, നമ്മെ വിളിച്ച കർത്താവാണ്. അവൻ്റെ മുഖത്തേക്ക് നോക്കിപ്പോയാൽ ഒരിക്കലും നമുക്ക് ഭാരപ്പെടേണ്ടതായിട്ട് വരികയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചില വേദഭാഗങ്ങൾ കൂടെ വായിക്കാം. 2 കൊരിന്ത്യർ 6:3 വാക്യം വായിക്കാം. ഒന്നുകൂടെ ആദ്യം തൊട്ടൊന്ന് വായിച്ചേ. മതി. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കുക. ആക്ഷേപിച്ചുകൂടാത്തൊരു ശുശ്രൂഷയാണ് നാം നിർവഹിക്കേണ്ടത്. ആക്ഷേപം വരരുത്. ഏത് ശുശ്രൂഷ ചെയ്താലും
സ്തോത്രം. സ്നാന ശുശ്രൂഷ നടത്തിയാലും സ്തോത്രം, ഒരു കുഞ്ഞിനെ പ്രതിഷ്ഠിച്ചാലും അതൊരു കാർമ്മിക ശുശ്രൂഷയാണ്. ദൈവവചന ശുശ്രൂഷയാണെങ്കിലും ഏതൊരു ശുശ്രൂഷയും ഒരാളുടെ സുവിശേഷം പറയുമ്പോഴൊക്കെ ആക്ഷേപത്തിന് കാരണമായി തീരരുത്. ദൈവത്തിന് സ്തോത്രം. ആക്ഷേപിച്ചു കൂട്ടാത്ത ഒരു ശുശ്രൂഷ ദൈവമേ എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. സ്തോത്രം. 2 കൊരിന്ത്യർ 4:1-2 വാക്യങ്ങളൊന്ന് വായിച്ച്. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകുകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഒന്ന് വായിച്ചേ. ഉപായം ഉപയോഗിക്കാതെ. മതി 2-3 പ്രയോഗങ്ങളോടുണ്ട്. ഒന്നുകൂടെ ആദ്യം തൊട്ടൊന്ന് വായിച്ചേ. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകുകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച്. ലജ്ജാകരമായ രഹസ്യങ്ങൾ, സ്തോത്രം, അത് ത്യജിക്കണം. ഒരാള് തകർച്ചയിലേക്ക് പോകാൻ ചെറിയൊരു കയ്പാണല്ലോ വലിയ പകയിലേക്കും വഴക്കിലേക്കും പോകുന്നത്. അതുപോലെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ലജ്ജാകരമായ രഹസ്യങ്ങൾ, സ്തോത്രം, അതിനെന്ത് ചെയ്യണം? ത്യജിക്കണം. മുളയിലേ എന്ത് ചെയ്യണം? നുള്ളിക്കളയണം. ഒരു ശുശ്രൂഷകൻ്റെ വാക്കിലും നടപ്പിലും നിർമ്മലതയിലും എല്ലാം മാതൃകയായിരിക്കണം. ത്യജിച്ചിട്ട് അടുത്ത വാക്യം, ഉപായം പ്രയോഗിക്കാതെയും. സ്തോത്രം. ഏറ്റവും അധികം ഉപായം പ്രയോഗിക്കാൻ പറ്റിയൊരു ഫീൽഡാണ് സ്തോത്രം ആത്മീയ രംഗം എന്ന് പറയുന്നത്. കാരണം സ്തോത്രം അതങ്ങനെ ഉള്ളൊരു കാര്യമാണ്. ഉപായം പ്രയോഗിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കാരണം ഉപായം ചിലത്ത് ഫലിക്കുമെന്നുള്ളത് കൊണ്ടാണ് അത് പ്രയോഗിക്കുന്നത്. ആ ഉപായം നമ്മുടെ ഉള്ളിൽ പാടില്ല. ടെക്നിക്കൊക്കെ തന്ത്രങ്ങളെല്ലാം പിശാചിൻ്റെ വകയാണ്. പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവർ അല്ലല്ലോ. സ്തോത്രം. നമ്മളൊരു തുറന്ന പുസ്തകമായിരിക്കണം. നമ്മുടെ ഉള്ളിൽ ലജ്ജാകരമായൊരു രഹസ്യങ്ങളും നമ്മുടേതായി ഒന്നും കാണാൻ പാടില്ല. എന്നാൽ ദൈവമക്കൾ നമ്മളോട് പറയുന്ന ചില രഹസ്യങ്ങൾ കാണും. അവരുടെ ജീവിതത്തിൽ ചില പോരായ്മകൾ കാണും. അവർ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ അത് ഉള്ളിൽ സൂക്ഷിച്ചോണം. ഒരു സേഫായിട്ട് സൂക്ഷിച്ചോണം. അത് അവർക്ക് ഉപദേശം കൊടുത്ത് അതിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരണം. സ്തോത്രം. അതൊരാഘോഷമാക്കി ഒരിക്കലും മാറ്റാനായിട്ട് പാടില്ല. അപ്പം നമ്മൾ ഉപായങ്ങളെല്ലാം എന്ത് ചെയ്യണം? ത്യജിക്കണം. സ്തോത്രം. കൃത്രിമമായ ഉണർവുണ്ടാക്കുക അല്ലേ? നമുക്കറിയാം ബസ്സിൽ കൃത്രിമ തിരക്കുണ്ടാക്കുന്ന എങ്ങനെയാണ്? പണ്ടൊക്കെ, ഇപ്പം അങ്ങനെയില്ല. പോക്കറ്റ് ഇടയ്ക്കാരാണ് കൃത്രിമ തിരക്കുണ്ടാക്കുന്നത്. അവർ 2-3 പേര് ഇടിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ മാറുമ്പോൾ പൈസ അടിച്ചുകൊണ്ട് അവർ പോകും. കൃത്രിമ തിരക്കാണ്. സ്തോത്രം. ഒരിക്കലും നമ്മൾ ഉപായം പ്രയോഗിക്കരുത്. ദൈവസന്നിധിയിൽ നമ്മളെപ്പോഴും പ്രാഗൽഭ്യമുള്ളവരായിരിക്കണം. സ്തോത്രം. നാം ഇന്നലെ കേട്ടല്ലോ, നമ്മൾ ആരാ? നിരപ്പിൻ്റെ ശുശ്രൂഷകന്മാരാണ്. നിരപ്പിക്കുന്നവരാണ്. ദൈവവുമായിട്ട് നിരപ്പിക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില വേദഭാഗങ്ങളൊന്ന് വായിക്കട്ടെ. അത് വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. 1 തീമോത്തിയോസ് 1 മുതൽ ചില വേദഭാഗങ്ങൾ ദൈവദാസന്മാരാരെങ്കിലും ഒന്ന് വായിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതായിരിക്കാം. എങ്കിൽ ഒരിക്കൽ കൂടെ ഓർഡൈൻ ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ കൈവപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവർ ശ്രദ്ധിക്കണം. 3-1 മുതൽ വായിച്ചേ. ഒരുവൻ അധ്യക്ഷസ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിക്കുവാൻ സമർത്ഥനുമായിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരനും അരുത്. ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിക്കുവാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുവാൻ പുതിയ ശിഷ്യനും അരുത്. നിന്നയിലും പിശാചിൻ്റെ കെണിയിലും കുടുങ്ങുവാതിരിക്കുവാൻ പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കണം. മതി.
ഈ തിമോത്തിയോസ് ലേഖനവും തീത്തോസ് ലേഖനവും വായിച്ചാൽ ശുശ്രൂഷകന്മാർക്ക്, മൂപ്പന്മാർക്ക്, ഇടയന്മാർക്ക്, അധ്യക്ഷന്മാർക്ക് ആവശ്യമായ ഉപദേശങ്ങൾ അവിടെ കാണാനായിട്ട് സാധിക്കും. സ്തോത്രം. ദൈവവചനത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്ന തിമോത്തിയോസിനോട് പറയുകയാണ് 4:12, 1 തിമോത്തിയോസ് 4:12, ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. അടുത്ത വാക്യം, ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചു. അടുത്തത്, മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക, ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക, നിന്നെ തന്നെ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ നീ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിൻ്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളാണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ എന്ത് ചെയ്യുക? ഉറ്റിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും നമ്മുടെ ജീവിതത്തിന് കളങ്കം വരുന്ന ഒരു വിഷയങ്ങളും ഉണ്ടാകാതെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചു പോകാൻ എപ്പോഴും തയ്യാറാകണം. പ്രിയ പാസ്റ്റർ സജിൻ, അതുപോലെ തൻ്റെ കൂടെ ഇപ്പോൾ പ്രാർത്ഥിച്ച് കൈവപ്പ് ആഗ്രഹിച്ചിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മറ്റൊരു ഉപദേശകയാണ് ഭാര്യ. സ്തോത്രം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നമ്മുടെ കൂടെ കിട്ടിയ പ്രിയ സഹോദരി, സഹധർമ്മിണി, നിങ്ങളൊക്കെ ശരിയായി നിങ്ങളെ തെറ്റുകൂടാതെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ ഭാര്യയായിരിക്കും. സ്തോത്രം. ചിലർ എനിക്കറിയാം. സ്തോത്രം. എൻ്റെ വൈഫ് ഇവിടെ ഇരിപ്പുണ്ട്. ഒരു പാസ്റ്ററുടെ ഭാര്യ, ചെറുപ്പക്കാരി, അദ്ദേഹത്തിൻ്റെ ആ പ്രിയ സഹോദരിയുടെ ഭർത്താവ് പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ കൈക്ക് ഇങ്ങനെ മുറുകെ പിടിക്കും. കാരണം പേടി, എന്താ പറയുന്നത് എന്നുള്ള പേടിയാണ്. ഇങ്ങനെ മുറുകെ പിടിക്കും. ചിലപ്പോൾ വിട്ടുകയില്ല. എവിടെയെങ്കിലും പാളുന്നു എന്ന് തോന്നുമ്പോൾ കുറച്ചുകൂടെ മുറുകെ പിടിക്കും. സ്തോത്രം. എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ശാസിക്കാനും തർജ്ജനം ചെയ്യാനൊന്നും പോകരുത്. സ്നേഹമസൃണമായിട്ട് അച്ചായ ഇന്ന് സഭായോഗത്തിന് പറഞ്ഞ കാര്യം, ആ വാക്ക് ശരിയായില്ല, ഇന്നത് വേണ്ടായിരുന്നു, ഇന്ന് ആ പ്രയോഗം തെറ്റിപ്പോയി എന്നൊക്കെ പറയാൻ കുറച്ചൊക്കെ കഴിയും. അത് കേൾക്കാനും നമ്മൾ തയ്യാറാകണം. ഇനി നിങ്ങളുടെ പ്രസംഗത്തെക്കുറിച്ച് നല്ല അഭിപ്രായം പറയാൻ ആരോട് ചോദിച്ചാൽ എന്തെങ്കിലും അതിനകത്തൊരു ചെറിയ കരട് കാണും. പക്ഷേ നിർമ്മലമായിട്ട് പറയുന്നത് ഭാര്യയായിരിക്കും. സ്തോത്രം. ചില കുഞ്ഞുങ്ങളങ്ങനെ. സ്തോത്രം. പാസ്റ്റർമാരുടെ മക്കൾ ഹല്ലേലൂയ അപ്രീഷിയേറ്റ് ചെയ്യും വന്നു, പപ്പ നന്നായിരുന്നു, ഞങ്ങൾക്കത് അനുഗ്രഹമായി. സ്തോത്രം. അപ്പോൾ ആദ്യ സാക്ഷി എവിടെ വേണ്ടത്? സ്വന്തം വീട്ടിലാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വേലയിൽ ശക്തിയോടെ മുതിർന്നു വരുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കണം. വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചര്യയായി മാറ്റണം. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കും. സ്തോത്രം. ഇന്ന് പകൽക്കാലം അവരെ കൈവച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം തൻ്റെ കൃപയാൽ നമ്മെ നിറച്ച് അനുഗ്രഹിക്കട്ടെ. ഫസ്റ്റ് പാസ്റ്റർ സജിനാണ്. സ്തോത്രം. എന്നോട് ചില നാളുകൾക്ക് മുമ്പ് പ്രിയ പാസ്റ്റർ അത് അറിയിച്ചു. സജിൻ തിരുവനന്തപുരംകാരനാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നന്നായിട്ടറിയാം. എനിക്ക് നല്ല സാക്ഷ്യമുള്ള ആളാണ്. അതുകൊണ്ട് എനിക്കത് ചെയ്യുമ്പോൾ നല്ല പ്രാഗൽഭ്യമുണ്ട്. ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലാണ് അവരുടെ കുടുംബം അംഗത്വത്തിലിരിക്കുന്നത്. എൻ്റെ സ്നേഹിതരാണ് അതിലെ പാസ്റ്റേഴ്സ് നല്ലൊരു പങ്കും. അതുകൊണ്ട് സജനെക്കുറിച്ച് എനിക്ക് നല്ല സാക്ഷ്യമുണ്ട്. അതുപോലെ തൻ്റെ സഹധർമ്മിണിയെയും നന്നായിട്ട് എനിക്കറിയാം. എനിക്കും വളരെ സന്തോഷത്തോടു കൂടെ ആ കാര്യം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിപ്പാം. ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കാം. ദൈവത്തിന് സ്തോത്രം. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ആ നിർവഹിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് കൃപ നൽകേണ്ടതിന് വേണ്ടി നമുക്ക്